അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു glowscan എഫക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കൺ കൊടുത്തതിന് ശേഷം ഈ ഒരു റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതേപോലെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 ഇമേജ് എപ്പോഴും ചെയ്യാറുള്ള പോലെ 2 ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഞാൻ ഇതേപോലെ 2 ഫോട്ടോസും നല്ലോണം സ്ക്രീനിലെല്ലാം നല്ല സെറ്റ് ചെയ്ത് ആവശ്യമുള്ള പോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. ആകെ ഇതിലൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രോയിങ് ആൻഡ് എഡ്ജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതിൽ glowscan എന്നുള്ള ഈ ഒരു എഫക്റ്റാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിമും ഈ ഇമേജ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് മുന്നേ ആയിട്ട് ഒരു 30 സെക്കൻഡ് മുന്നേ ആയിട്ട് ഒരു കീ ഫ്രെയിമും ആഡ് ചെയ്യാം. ഈ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ നമുക്കൊന്നും ഇതിൻ്റെ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നിട്ട് നമുക്ക് ഫുള്ള് കുറച്ചിടാം, 0 ആക്കി ഇടാം. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ റേഡിയസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ട് അതൊന്ന് 20 ആക്കി കൊടുക്കുക. എന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ കളറ് വന്നിട്ട് ബ്ലൂ ആണ് കിടക്കുന്നുണ്ടെങ്കിൽ വൈറ്റിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വൈറ്റ് കളറാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് 0 കിടക്കുക. അത് ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. അത് ഫുള്ളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് നല്ല രീതിക്ക് ഈ ഇമേജിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എഫക്റ്റിൽ എഡിറ്റ് ചെയ്യാനുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ഇമേജിലോട്ട് നമുക്ക് ആ എഫക്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എഫക്റ്റ് എടുക്കുക. ഈ താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആ എഫക്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് അതേപോലെ അടുത്ത ഇമേജിൽ കൊണ്ടുപോയിട്ട് എഫക്റ്റ് എടുത്തിട്ട് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര ഇമേജ് ആഡ് ചെയ്യുന്നുണ്ടോ അത്ര ഇമേജിലോട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല രീതിക്ക് ആ ഒരു എഫക്റ്റ് നമ്മുടെ ഇമേജിലോട്ട് ആഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. എഡിറ്റിങ് ഇത്രയും ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.